എല്ലാവരും കണക്കാണ്. നിങ്ങൾ വിചാരിക്കും സോഷ്യൽ മീഡിയയിൽ വന്ന് അവളിങ്ങനെ കരഞ്ഞ് പറഞ്ഞിട്ട് നല്ല രീതിയിൽ നല്ല പിള്ള ചമഞ്ഞാൽ അവൾ നല്ലവളാണെന്ന് വിചാരിക്കും. ഒരിക്കലും അല്ല. ചെയ്യണം എന്ന് വിചാരിച്ചില്ല. കാരണം ചെയ്താലും പറയും കണ്ടന്റിന് വേണ്ടിയിട്ട്, കണ്ടന്റിന് വേണ്ടി. അവളുടെ ഒരു കണ്ടന്റും അവളെ വിറ്റ് ജീവിക്കേണ്ട ആവശ്യം ഇന്നീ നിമിഷം വരെ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. അത് ആദ്യം തന്നെ പറയാം. ഇപ്പൊ ഞാൻ ഇത്രയും ദേഷ്യത്തോടെ സംസാരിക്കാനും കാരണങ്ങളുണ്ട് കേട്ടോ. ഇന്നലെ ഞാനിട്ട വീഡിയോയുടെ ഇടയിൽ ഒരുപാട് പേര് കമന്റ് ചെയ്ത് നിങ്ങൾക്ക് ഇത് അവരോട് നേരിട്ട് പറഞ്ഞുകൂടെ, അവരെ വിളിച്ച് പറഞ്ഞുകൂടെ. ഒന്നാമത്തെ കാര്യം, ഈ സാജിത എന്ന് പറഞ്ഞ വ്യക്തിനെ ഞാൻ ഇതുവരെ ഫോണിൽ കോൺടാക്ട് ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചതാണ്. അതേപോലെ ഈ ഒരു കാര്യം കണ്ടപ്പോൾ ഞാൻ അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വീഡിയോ ഡിലീറ്റ് ചെയ്തേ പറ്റൂ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവർ ആ മെസ്സേജ് സീൻ ചെയ്തത് അപ്പൊ തന്നെ സീൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ എനിക്ക് ഈവനിങ് ഞാൻ വീഡിയോ കിട്ടിയതിന് ശേഷമാണ് അവർ എന്ത് ചെയ്ത് ആ ഒരു വീഡിയോ എനിക്ക് ആ ഒരു വോയിസിന് റിപ്ലൈ തന്നത്. ഞാൻ ഡിലീറ്റ് ചെയ്യൂല, നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം നീ ചെയ്യാൻ ചെയ്യാത്ത കാരണം ഒരു പരിധി വന്ന് ഞാൻ ലീക്ക് ചെയ്യുമായിരുന്നു. പക്ഷെ ഇവർ ചെയ്യുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ എല്ലാവരുടെ വീഡിയോയുടെ അടിയിൽ ഇവർ കമന്റ് ഇട്ടാൽ ഇവരത് റിമൂവ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇവർ വിടുന്ന മെസ്സേജുകൾ ഇവർ ഡിലീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അത് ഇവർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ഇവർ എനിക്ക് വിട്ട മെസ്സേജൊക്കെ ഇവർ ഡിലീറ്റ് ചെയ്ത് പോയി. ഒരു പക്ഷെ ഞാൻ വിട്ട മെസ്സേജുകളൊക്കെ ഇവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവർ അതായിട്ട് ഇറക്കിക്കോട്ടെ, എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ അതിലൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ. അപ്പൊ ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ വോയിസിൽ പറയുന്നത്, നീ ഇത്രയും കാലം യൂട്യൂബ് തുറന്നിട്ട് നീ ഗൾഫ് പോയിട്ട് അല്ലടി വൈറലായതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഗൾഫ് പോയിട്ട് വൈറലായി ഞാൻ പോകുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളൂ, അത് കയറി വൈറലായി അൽഹംദുലില്ല. അല്ല നിന്നെ വിറ്റിട്ട് ഫേമസ് ആവേണ്ട ആവശ്യമില്ല. ഞാൻ ഏണിങ്സ് പഠിച്ചാൽ വിചാരിച്ചിട്ട് എനിക്ക് യൂട്യൂബ് കൊണ്ട് കിട്ടിയിട്ടുമുണ്ട്, അതുകൊണ്ട് ഒരുപാട് അച്ചീവ്മെന്റ്സ് നേടിയിട്ടുള്ളൂ. ഇത് ഞാൻ അവൾക്ക് വേണ്ടി പറയുന്നതാണ്. എന്റെ കാറായാലും എന്റെ വീടായാലും ഒക്കെ ഞാൻ ഈ ഒരു യൂട്യൂബിൽ കിടന്ന് അധ്വാനിച്ചിട്ട് ഏകദേശം ചെയ്ത കാര്യം. കാറൊക്കെ ഞാൻ യൂട്യൂബിന്റെ ഏണിങ്സോട് മാത്രം എടുത്തതാണ്. അതുപോലെ എന്റെ ബിസിനസ് ആയാലും യൂട്യൂബിന്റെ ഏണിങ്സ് ആണ്. ഓക്കെ. ഈ വീടായാലും ഈ വീടിന്റെ പകുതി മുക്കാലും ഞാൻ എന്റെ യൂട്യൂബിന്റെ ഏണിങ്സ് കൊണ്ട് കൂടിയിട്ട് ചെയ്ത ഒരു കാര്യമാണ്. എന്റെ ഭർത്താവ് ഞാൻ വീട് പകുതി മുക്കാലും, ഇനി ഭർത്താവ് എവിടെയെന്നാലും ചോദിക്കേണ്ട. അങ്ങനെയാണ് അതിന്റെ ഒരു കാര്യങ്ങൾ. ഓക്കെ. അപ്പൊ അത്രത്തോളം നമുക്ക് അച്ചീവ്മെന്റ്സ് യൂട്യൂബിൽ നിന്ന് കിട്ടും. അപ്പൊ ഷാജിദാനെ വിറ്റ് ജീവിക്കേണ്ട ആവശ്യം, ഷാജിദാന്റെ കണ്ടന്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ ഞാൻ ഗൾഫ് പോയപ്പോൾ ആ വീഡിയോസ്, പിന്നെ വീട്ടിൽ വന്നിട്ട് എന്റെ പച്ചക്കറി, എന്റെ കോഴി, എന്റെ ഇവിടുത്തെ വിശേഷങ്ങൾ കണ്ട് എന്നെ ഇഷ്ടപ്പെട്ടതാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ആ ഷോർട്ട് വീഡിയോ പോലും ഞാൻ ഇടുമ്പോൾ എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്നോട് പറഞ്ഞാൽ നിന്റെ വീട്ടിലെ വിശേഷങ്ങൾ കാണാനാണ് ഇഷ്ടം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും ഞാൻ ഈ ഷാജിദാന്റെ വിഷയം ഇടുമ്പോഴും എന്നെ സ്നേഹിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് വന്ന് പറഞ്ഞത് അന്നെ വീട്ടിലെ വിശേഷം അത് വീട് എന്നാണ്. പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് കാര്യങ്ങളുടെ പോക്ക് സത്യം പറഞ്ഞാല് എന്നാൽ അത് നമ്മൾ അങ്ങനെ ഇട്ടു. അതിനുശേഷം ഇന്നത്തെ ദിവസം ഞാൻ ഭയങ്കര ബിസി ചെയ്തു. അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് പിന്നീട് വീഡിയോ ചെയ്യാതിരുന്നത്. ഇന്ന് ഏകദേശം ഒരു 12 മണി 11 ആ ഒരു സമയത്ത് നമുക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ കോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇവിടെ ഞാൻ ഈ ഷോർട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇടുന്നത് കൊണ്ട് തന്നെ ഇവിടെ എന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മുതുകര കാസിന് ഇവിടെ പെയിന്റ് അടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളൊക്കെ ഇവർ വന്നപ്പോൾ നിന്ന് സംസാരിക്കുന്ന സമയത്താണ് ഈ ഒരു കോൾ വരുന്നത്. അപ്പൊ കോൾ വരുമ്പോൾ ഞാനാണ് ഫസ്റ്റ് എടുത്തത്. ഹലോ റംനയല്ലേ? അതെ റംനയാണ്. അവർ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, ഞാൻ നിന്റെ കൂടെ ഗൾഫിൽ വർക്ക് ചെയ്ത ആളാണ് എന്ന് പറഞ്ഞു കേട്ടോ. ഒന്നാമത്തെ കാര്യം അത്. അപ്പൊ തന്നെ എനിക്ക് കത്തി, ഇത് എന്തോ ഉടായ്പിന്റെ പരിപാടി. ഞാൻ ഗൾഫിൽ നിന്ന് ഗദ്ദാമയായിട്ടാണ്. ഞാൻ നിന്ന വീട്ടിൽ ആ ഒരു മാമ മാത്രമേ ഉള്ളൂ. എന്റെ വീഡിയോസിലെല്ലാം അത് വ്യക്തമായിട്ടുണ്ട്. ഞാൻ യൂട്യൂബിൽ വിട്ട വീഡിയോസ് ഒക്കെ വൈറലായതിലൊക്കെ അതുണ്ട്. ഞാൻ എവിടെയായിരുന്നു ഗൾഫിൽ, എങ്ങനെയായിരുന്നു ഗൾഫിൽ നിന്നിരുന്നത്, ആരെ വീട്ടിലാണെന്നൊക്കെ. അവിടെ ഒരു ആണ് എന്ന് പറഞ്ഞൊരു വ്യക്തി ആ വീട്ടിലില്ല. ഈ മാമയുടെ മക്കളും കാര്യങ്ങളൊക്കെ വേറെ വീട്ടിലാണ്. ഈ മാമാനെ കാണാൻ പെൺകുട്ടികൾ വരും, മക്കൾ, അത് അറബികൾ മാത്രമല്ല. വീട്ടിൽ ഞാനും എന്റെ നാത്തൂനും ഈ മാമയും വയ്യാതെ കിടക്കുന്ന മാമ മാത്രത്തേക്ക് ഞാൻ മണ്ണിൽ കാല് ചവിട്ടിയിട്ടേ ഇല്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ കുവൈത്തിലായിരുന്നു. ഓക്കെ. കുവൈത്തിലാണ് ഗദ്ദാമായിട്ട് ജോലിക്ക് പോയിട്ടുള്ളത്. അങ്ങനെ ഇരിക്കും ഈ വ്യക്തി പറയുന്നത്, നിങ്ങൾ ഷാജിദാക്കെതിരെ വീഡിയോ ഇട്ടതിന് ഷാജിദ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ ചെയ്തു പറ്റി ഷാജിദാക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന ആളുകളുടെ ഫോൺ കോളുകളാണ് വരുന്നത്. അവളുടെ ഉമ്മാനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു, അവളുടെ ഉമ്മ നിങ്ങൾക്ക് എതിരെ ചെയ്യുന്നുണ്ട് എന്ന്. എന്തൊക്കെ ആ ഉമ്മാനെ കുറിച്ചിട്ടോ ഞാൻ ഒരു കാര്യം പറയാൻ വന്നിട്ടില്ല, ഒന്നിനും വന്നിട്ടില്ല. അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. നമ്മൾ ആരും അവരെ വോയിസോ അവരെ കണ്ടിട്ട് പോലും ഇല്ല. എന്നിട്ട് ഇങ്ങനെയൊക്കെ വന്നിട്ട് എന്നെ കോൾ വിളിച്ചിട്ട് ബുദ്ധിമുട്ടിക്കുമ്പോൾ എന്റെ കസിന് കുറേ വിളിച്ച് ചീത്ത. ഷാജിദ ഷാജി അപ്പൊ ഇവരുടെ കാര്യം പറഞ്ഞപ്പോ വലിയ കഷ്ടമായിക്കൊണ്ടിരിക്കുന്നേട്ടാ. കഷ്ടം മാത്രമല്ല, ഒരു ശല്യമായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഇവരെന്ന് വേണം പറയാൻ. കാര്യം ഇപ്പൊ ഇവർ നോക്കണമെങ്കിൽ രംന എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരി ഇവരെ റിയാക്ട് ചെയ്തൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടേ. അപ്പൊ ആദ്യമൊക്കെ ഇവരെന്ന് പറഞ്ഞാൽ ഇവരെ ഈ നമ്മുടെ ഷാജിദനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടേച്ചത്. പിന്നെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെ കയ്യിലിരിപ്പോ മനസ്സിലായപ്പോഴത്തേക്കും ഇവരെ എന്ത് ചെയ്തു, ഇവരെ അങ്ങനെ വിമർശിച്ചിട്ടുള്ള രീതിക്കൊക്കെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടാൻ തുടങ്ങി. അപ്പൊ ഈ ഷാജിദ എന്ത് ചെയ്തു, ഷാജിദ അതിനെ റിയാക്ട് ചെയ്തിട്ട് ഷാജിദ ഒരു വീഡിയോ ഇട്ടു. അപ്പൊ ഷാജിദ ആ ഒരു വീഡിയോനകത്ത് നൈസായിട്ട് ഈ രംനയുടെ ഫോൺ നമ്പർ ഈ ഷാജിദയുടെ വീഡിയോ വഴി അങ്ങ് ലീക്കായി. പിന്നെ ഈ രംനയ്ക്ക് അങ്ങോട്ട് കോളുകൾ. അപ്പൊ അതൊക്കെയാണ് നമ്മളിപ്പോ ആ പുള്ളിക്കാരിയുടെ വീഡിയോ കണ്ടത്. അതിനകത്ത് പുള്ളിക്കാരി ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടല്ലോ കാര്യങ്ങളൊക്കെ. എന്നിട്ട് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഷാജിദയ്ക്ക് ഒന്നിരിത്തിരിയെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ എന്ന് മാത്രമല്ല, ഇതെന്ന് പറഞ്ഞാൽ ക്രൈമാണ്. ഒരാളുടെ നമ്പറൊക്കെ ലീക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അതങ്ങനെ ഒരാളുടെ പബ്ലിക് ലൈഫിനകത്തേക്കുള്ള ഒരു ന്യൂസൻസ് ആയിട്ട് നമുക്കത് കണക്കൂട്ടാവുന്ന ഒരു കാര്യം തന്നെയാണത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്തിട്ട് അത് ഒരു ഉളുപ്പും ഇല്ലാണ്ട് ഒരാളുടെ നമ്പർ അത് റിമൂവ് ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് അതങ്ങ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും മാന്യത. അത് ചെയ്യണം, ഞാൻ ചെയ്യൂലടി എന്നുള്ള രീതിക്കാണ് അവരുടെ സംസാരം ഈ ഷാജിദയുടെ. അപ്പൊ എനിക്ക് ഇവരോടൊക്കെ ഇവർക്കൊരു ഇത്തിരി റെസ്പെക്ട് പോലും ഇവരോട് എനിക്കിപ്പോ തോന്നുന്നില്ല. കാര്യം അമ്മാതിരി പ്രവൃത്തിയാണ് ഇവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരാളെ നമ്മൾ
റെസ്പെക്ട് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുള്ള കാര്യം. നമ്മൾ ഒരാളുടെ പ്രവൃത്തി കണ്ടിട്ടാണ് ഞാൻ അയാളെ റെസ്പെക്ട് കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ ഇവര് അങ്ങനത്തെ ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണെങ്കിലും ഇപ്പൊ അവരുടെ ലൈഫിനകത്തേക്ക് ഇപ്പൊ പല സ്കാമുകൾ രീതിക്കോ പല കോളുകളും വരുന്നു. അപ്പൊ ഇത്രയൊക്കെ അവരുടെ ലൈഫിനകത്ത് ഇങ്ങനെ ആയിട്ടും അതൊന്ന് റിമൂവ് ചെയ്യാണ്ടോ ഇപ്പോഴും ഇരിക്കുന്നതാണ് ഈ ഷാജിദ. അപ്പൊ എനിക്ക് ഇത്രയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? വീഡിയോയുടെ കണ്ടാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവർക്ക്